റിലയൻസ് സ്വിം മെഷീൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സിംഗിൾ മെഷീനിൽ മെറിറ്റിൻ്റെ സിംഗിൾ മെഷീനിൽ ഒരു നോർമൽ മോട്ടർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടത് മോട്ടർ വേണം, ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു കട്ടിംഗ് പ്ലെയർ, ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ ഒന്ന് പരിചയപ്പെടും. ഇത് ബെല്ലെന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മിനി മോട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ നമ്മൾ അതിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു കേബിള്, അതേപോലെ തന്നെ മോട്ടറിൻ്റെ അതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ചവിട്ടിയാണ് ആക്സിലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബെല്ലെന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഈ മോട്ടർ എടുത്തിട്ട് ഈ മോട്ടറിൻ്റെ ഈ രണ്ട് നട്ടൊന്ന് ലൂസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ലൂസാക്കാം. എന്നിട്ട് കട്ടിംഗ് പ്ലെയർ എടുത്ത് നമ്മളത് ആ നട്ട് ഒന്ന് ലൂസാക്കി, എന്നിട്ട് ഈ ഒരു ക്ലാമ്പ് മാക്സിമം താഴേക്ക് വലിച്ചു വയ്ക്കുന്നു. ഇത് വലിച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യുന്ന ഇത് മെഷീൻ്റെ ബാക്കിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ ബോഡിയായിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ടച്ച് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ ഈ പുള്ളിയിൽ കേബിൾ ഇടുന്ന സമയത്ത് ആ കേബിൾ ഊരി പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനത് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ മെഷീനിലുള്ള ഈ ബെൽറ്റ് ഊരിവിടാം. ഈ മെഷീനിലുള്ള ബെൽറ്റ് നമ്മൾ ഊരിവിടുകയാണ്. മെഷീനിലുള്ള ബെൽറ്റ് ഊരിവിട്ടു. അതിനുശേഷം ഈ മെഷീൻ്റെ ഹെഡിലുള്ള ഈ ഒരു നട്ട് നമ്മൾ ഊരി മാറ്റുകയാണ്. ഈ നട്ട് നമ്മളിവിടെ നിന്ന് ഊരി മാറ്റി. അതിനുശേഷം ഈ മോട്ടർ അങ്ങോട്ടേക്ക് വെച്ചു. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മോട്ടറിൻ്റെ കൂടെ വരുന്ന ഈ ഒരു കവറിനകത്തുള്ള അതിൻ്റെ വള്ളി എടുക്കാം. അതിൻ്റെ വള്ളി എടുത്ത് നമ്മൾ സിമ്പിളായിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം നമുക്ക് മോട്ടർ ഫിക്സ് ചെയ്യാം. മോട്ടർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കവറിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു നട്ട് വരുന്നുണ്ട്. ആ നട്ട് നമ്മൾ ഇതിലേക്ക് മോട്ടർ ഇതിലേക്ക് ആ നെട്ട് ഊരിയ സ്ഥലത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ ആ മോട്ടറിൻ്റെ കൂടെ കിട്ടിയ നമ്മൾ നെട്ടിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ വള്ളി മോട്ടറിൻ്റെ പുള്ളിലേക്ക് ഇടുക. വള്ളി മോട്ടറിൻ്റെ പുള്ളിയിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഈ മോട്ടറും മെഷീനും തമ്മിലുള്ള ലെങ്ത്, ഈ വള്ളിയുടെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് ഏകദേശം ഒരു മിനിമം ടൈറ്റിൽ നിൽക്കണം. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവസാനമായിട്ട് നമ്മൾ അതിൻ്റെ ഈ ഒരു കേബിള് നമ്മൾ മോട്ടറിൻ്റെ ആ ഇതിലൊരു കണക്ടറുണ്ട്. ആ കണക്ടറിൻ്റെ ചെത്തിൻ്റെ ആ ഇത് നോക്കിയിട്ട് ചെത്ത് കറക്റ്റ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ മോട്ടർ നമ്മൾ മെഷീനിൽ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.